ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ വെക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ ഫുഡും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ നന്നായിട്ട് ഞാനല്ല അമ്മയാണ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത്. നല്ല അസലായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. പൊടികൾ അളവൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. നിങ്ങളെ പഠിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊടീൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരിച്ചിരി കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് പുരട്ടി നന്നായിട്ട് വെക്കുക. ചിക്കന് നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുക. ഇനി ഇതൊക്കെ അമ്മയാണേ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കണം. കണ്ടോ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ നമ്മുടെ കൊട്ടത്തേങ്ങയില്ലേ, ഉണങ്ങിയ തേങ്ങ, നിങ്ങളൊക്കെ എന്താണോ പറയുക, ഉണങ്ങിയ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കുകയാണ്. കണ്ടോ, ഇത് ചിക്കനിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചേർക്കാറുണ്ടോ അത്? ഇങ്ങനെ തേങ്ങ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ ഇങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അമ്മ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെ തോലൊക്കെ പോക്കി, കണ്ടോ. അതുപോലെ ചെറിയ തേങ്ങാ കഷ്ണം ഞാനിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കുകയാണ്. അതുപോലെ അമ്മ ഉള്ളിയും വൃത്തിയാക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. കണ്ടോ, ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കൽ അമ്മേൻ്റെ ജോലിയാണ്. ഞാനതൊന്നും സഹായിക്കാൻ പോകാറില്ല. ചിലപ്പോഴൊക്കെ സഹായിച്ചെടുക്കും കേട്ടോ, എപ്പോഴൊന്നുമില്ല, എന്നാലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങയാണ് ചെറുതാക്കാൻ നിന്നത്. കണ്ടോ, ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇടയ്ക്ക് ഞാൻ കഴിക്കുന്നതുമുണ്ട്. ചെറിയ തേങ്ങ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ കണ്ടോ, ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്നത് തുടങ്ങാം. ഒരു പാത്രത്തിൽ ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുറിച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങാക്കൊത്ത്, അത് നന്നായിട്ട് അതിലേക്കിടുക. എന്നിട്ട് ഒന്നും ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് എണ്ണയിൽ കിടന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇച്ചിരി ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയാലോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് നല്ല ബ്രൗൺ കളറായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയിൽ ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കറിവേപ്പിലൊക്കെ ഇട്ടാൽ. അങ്ങനെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് വാടി കിട്ടിക്കോളും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, തക്കാളി ഇപ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് മുറിച്ചിടുന്നുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതിലിടയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടേ, എന്നോട് പറയാൻ വിട്ടുപോയതാണ്, കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അച്ഛനാണ്, ഹെൽപ്പ് ചെയ്യുന്നത് അമ്മയും. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് മാത്രം.
പിന്നെ എപ്പോഴും അച്ഛന് ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ അച്ഛന് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനാണ് അതൊക്കെ ചെയ്യുക. ഞങ്ങൾ അമ്മ ചിലപ്പോൾ ഇങ്ങനെ സഹായിച്ചു കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുകയാണ്, മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ആ മസാലയൊക്കെ എല്ലാ ഇതിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിച്ച് പോവാതെ. കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കണം. അത് ചപ്പാത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, അതിലിച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇനി വെള്ളമൊഴിച്ച് അമ്മ കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിക്ക് ചിക്കന് കൂട്ടാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്തോന്നറിയില്ല, തെറ്റിപ്പോന്നു പറയുന്നത്, സോറി കേട്ടോ. അപ്പോൾ ചിക്കന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുകയാണ്. അമ്മയാണ് കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലിടയ്ക്ക് കണ്ടോ, ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വന്നിട്ടേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മൂടിയെടുത്ത് മാറ്റിയതാണേ. ഇനി നന്നായി ഒന്നുകൂടി ഇളക്കി അത് മൂടി വെച്ച്. കണ്ടോ, അപ്പോഴേക്ക് അമ്മ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ ഉരുട്ടകളാക്കി പരത്തിയെടുക്കണം. കണ്ടോ, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് അമ്മ. അതിനൊരു ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ, നമുക്ക് കഴിച്ചാൽ പോരെ. ശരിക്കും വട്ടമൊന്നും ആയിന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് ടച്ചപ്പിൽ ഇച്ചിരി മല്ലി ഇലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കല്ല് ചൂടായി ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തി ഞാനും ചുട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ വാചകം അടിച്ചിരിക്കുകയാണെന്ന്. അല്ല, ഞാനാണ് ചുട്ടത്. ചിക്കൻ അച്ഛനാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനൊക്കെ അമ്മയായിരുന്നു, ചുടാൻ ഞാൻ നിന്നു. അങ്ങനെ ചപ്പാത്തി ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കണം. അപ്പോൾ കഴിക്കാൻ നിങ്ങളും കൂടുന്നു എൻ്റെ കൂടെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കണ്ടോ, ചിക്കനും ചപ്പാത്തിയും നല്ല കോമ്പിനേഷൻ അല്ലേ. ഇനി ഞാനതൊന്ന് കഴിച്ച് നോക്കട്ടെ. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, എന്നാലും ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചപ്പാത്തിയും ചിക്കനും. ഇന്നത്തെ രാത്രി സൂപ്പറായിരുന്നു.